നമ്മളിന്ന് പൈതൽ മലക്കുള്ള ഹോളിസ്റ്റിക് എക്കോ റിസോർട്ടിലാണ് വന്നിട്ടുള്ളത്. നമ്മൾ കുറച്ച് വർഷം മുമ്പ് ഇവിടെ വന്നിനി. അപ്പോൾ നമ്മൾ രണ്ടാമതും വന്നതന്നെ. അപ്പോൾ രണ്ടാമത് വരണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവില്ല. പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇവിടെ നല്ലൊരു വൈബാണ് കേട്ടോ. മൊത്തത്തിൽ നോക്കി കയറുമ്പോൾ തന്നെ നോക്കിയിട്ടെ, നല്ലൊരു ഏരിയ ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് കേട്ടോ. ഇതാ ശ്രുതിക്കിരുന്ന് ആടാനുള്ള ഊഞ്ഞാലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ റൂം ബുക്ക് ചെയ്ത് ഇനിയിപ്പോൾ നമ്മൾ റൂമിലേക്ക് പോകുന്നത് നോക്കിയാൽ നല്ല പ്രകൃതി സുന്ദരമായ സ്ഥലം, ഒരു മലേൻ്റെ ചെരുവിൽ ഇതുപോലെ ഷേപ്പിലുള്ള ഒരു റൂമാണ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളെല്ലാം നോക്കിയട്ടെ, നല്ല ബ്യൂട്ടിഫുള്ളാണ്. അപ്പം നമ്മളിപ്പോൾ കയറി ഇപ്പം നല്ല നീറ്റിലാവുള്ളത്. ഇനി നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്കുണ്ടല്ല ഇത് മൊത്തം അലങ്കോലാക്കിയിട്ട് നമ്മൾ ഇറങ്ങുക കേട്ടോ. ഏതായാലും റൂമിനെ പറ്റിയിട്ടല്ല നമ്മളെ ജാനുമോള് നിങ്ങൾക്ക് വിവരിച്ച് തരും. വാ എവിടെ കാണട്ടെ. ആരും നോക്കൊന്നുമില്ല, വിചിത്രമായി തോന്നിക്കുന്നുണ്ടാ? യെസ്, കേറിക്കോ. അടുത്ത ബാൽക്കണി അടിച്ചേട്ടാ. അപ്പം നമ്മളെ റൂം കണ്ടല്ല, നല്ല ക്യൂട്ടല്ലേ, നല്ല ഒതുങ്ങിയിട്ട് നല്ല കണ്ടീഷനെ. നമ്മൾ കഴിഞ്ഞ തവണ ഇതിൻ്റെ തൊട്ടപ്പുറമുള്ള വേറൊരു റൂമാണ് എടുത്തത്. ഇത് പുതിയൊരു റൂം സെറ്റാക്കിയാണ്. എന്തായാലും ഒരു വെറൈറ്റി ഉണ്ട്, അതുകൊണ്ട് ഇതാണ് നമ്മൾ സെലക്ട് ചെയ്തത്. പക്ഷേ നമ്മൾ ആദ്യം വിചാരിച്ചത് വേറൊരു സ്ഥലത്താണ്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഇവിടെ നോക്കിയാൽ പൂളൊക്കെ നല്ലൊരു പൂളൊക്കെയാണ്, മഴയുണ്ട്, അതുകൊണ്ട് നമ്മൾ ഇപ്പം പൂളിൽ ഇറങ്ങുന്നില്ല. സ്ഥലമൊന്ന് ചുറ്റിക്കറങ്ങി കാണാൻ വേണ്ടി വന്നതാണ്. ഇതാ കുട്ടിയെ കളിക്കാൻ വേണ്ടി ഇവിടെ നല്ല സ്ലൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇതൊരു കോഫി ഷോപ്പ് അതുണ്ട്. അങ്ങനെ എല്ലാ സെറ്റപ്പുള്ള നല്ല ഒരു സംഗതിയാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഗൂഗിളിൽ അടിച്ച് നോക്കുമ്പോഴല്ല, ഇതാ ഈ ഒരു ഷേപ്പിലുള്ള റൂമാണ്, ഈ റൗണ്ട് ആയിട്ടുള്ള ഇത് കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഈ റൂം അടുത്ത് നിന്ന് കാണുമ്പോൾ വെച്ചാൽ ചെറുതാണ് കേട്ടോ, ഒരു ഫാമിലിക്കൊന്നും പറ്റില്ല, കപ്പിൾസിന് ബെസ്റ്റാണ്. കുട്ടികളാകുമ്പോൾ കുറച്ച് ഓടിക്കളിക്കൊല്ലും വേണ്ടേ, അപ്പോൾ ഇവിടെ അത് നടക്കില്ല. പിന്നെ ഇത് ഇവിടെ ഇങ്ങനെ വല കെട്ടിയിട്ടൊരു സംഗതി ഉണ്ട് കേട്ടോ, ചുമ്മാ അതിൻ്റെ മുകളിൽ കയറിയ എന്തായാലും നല്ല സുഖമുണ്ട്. അപ്പോൾ ബാപ്പയും മക്കളും കുറച്ച് സമയം അതിൻ്റെ മുകളിലെല്ലാം കയറി കളിച്ച്. അപ്പോൾ ഇത് വേറൊരാളെ റൂമാണ് കേട്ടോ, അതിൻ്റെ ആൾ കുറച്ച് കഴിഞ്ഞാൽ വരുക. നിങ്ങൾക്കെല്ലാം അറിയുന്ന ഒരാളാണ് ആൾ. ഇതാ ഇവരുടെ വീഡിയോ നിങ്ങൾ കാണലുണ്ടാവില്ല, സുഹൃത്തുക്കളെ എന്ന് വിളിച്ചിട്ട് നല്ല രീതിയിലുള്ള ഒരു സംസാരമൊക്കെയാണ്. അപ്പോൾ ആളെ പേര് ചിത്രം എന്നാണ്, എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇയാൾ ഒറ്റക്കാണ്, 2-3 ദിവസം ഇവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെ സെൽഫി എടുക്കാൻ പറഞ്ഞപ്പോൾ അവർക്ക് എന്തോ ഒരു മടി കേട്ടാ, എന്താണെന്നറിയില്ല. പിന്നെ ഞാനും ഈ യൂട്യൂബൊക്കെ ചെയ്യുന്ന ഒരാളാണെന്ന് പറഞ്ഞപ്പോൾ ഒരു അങ്ങനെ സമ്മതിച്ചിട്ട് അങ്ങനെ നമ്മൾ സെൽഫി എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് കേട്ടാ. അപ്പോൾ നമ്മൾ അവിടുന്ന് വിട്ട്. പിന്നെ ഈ ഹോളിസ്റ്റിക്സ് എന്ന് പറയുന്നത് വലിയൊരു റിസോർട്ടാണ് കേട്ടോ, ഒരുപാട് ഏരിയ ഉണ്ട് ഇവിടെ. നോക്കിയട്ടെ, ഇവിടെ കയറുന്ന ഈ ഭാഗത്തന്നെ ഇങ്ങനെ ഇരിക്കാനും കാറ്റുകൊള്ളാനും. പിന്നെ ഈ താഴെ കാണുന്ന ആ ഷേപ്പ് ഉണ്ടല്ലേ 2 അവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം താമസിച്ചത്, അതും നല്ല റൂമാട്ടാ, നമുക്ക് ഇഷ്ടമായിനെ. പിന്നെ ഇപ്രാവശ്യം ഒരേ സ്ഥലത്ത് വേണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ അപ്പുറത്തെ റൂം എടുത്തത്. അപ്പോൾ ഇത് നോക്കിയട്ടെ, നല്ലൊരു പാലം കയറി അപ്പുറത്തേക്ക് അവിടെയാണ് നമ്മളെ റെസ്റ്റോറൻ്റ് ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്നാണ് രാവിലെ രാത്രിയുള്ള ഭക്ഷണമൊക്കെ നമ്മൾ കഴിക്കേണ്ടത്. പിന്നെ നമ്മൾ ഇവിടുന്ന് നേരെ പോയതുണ്ടല്ലോ, ഇവിടെ ഇങ്ങനൊരു സംഗതി ഉണ്ട് കേട്ടോ, വേറെ ഒന്നുമല്ല, ഈ തടവൽ ഉഴിച്ചലും പിടിച്ചലുണ്ടല്ലോ, അങ്ങനെ ഒരു പരിപാടി ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ ഈ മസാജൊക്കെ മുന്നേ ഒരിക്കൽ ചെയ്തിട്ടുള്ളൂ, ഒരുപാടായിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഒന്ന് മസാജൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വെച്ചതാ. മസാജെല്ലാം ചെയ്ത് നല്ല കണ്ടീഷൻ ആക്കിയിട്ടുണ്ടല്ലോ. ഇതാ എന്നെ ഇതാ ഈ സ്റ്റീം ബാത്തിൻ്റെ ഉള്ളിലേക്ക് ഈ പെട്ടീൻ്റെ ഉള്ളിട്ട് പൊടിയുണ്ട്. അപ്പോൾ ഉള്ളിൽ നല്ല ചൂടാണ് കേട്ടോ. ഇതാ മക്കൾ എന്നെ കണ്ടിട്ട് ഇങ്ങനെ അന്തപ്പെട്ട് വെക്കുക, പപ്പക്ക് എന്നാ പറ്റിയെന്ന്. മക്കൾ ഈ സ്റ്റീം ബാത്തെല്ലാം വീഡിയോ കണ്ടിട്ടേ ഉള്ളൂ, ഇതെല്ലാം നേരിൽ കണ്ടിട്ടില്ല. അപ്പോൾ നല്ല സ്റ്റീം ബാത്തെല്ലാം കഴിഞ്ഞാൽ ഞാൻ നല്ല ഫ്രഷായിട്ട് ഇറങ്ങുന്നത് നേരെ റൂമിലെത്തി കേട്ടോ. ഇതാ വൈഫും മക്കളെല്ലാം എന്നെയും വെയിറ്റ് ചെയ്തിരിക്കലാണ്. കാരണം ഈ ഉഴിച്ചലും തടയലൊന്നുമില്ല, കുറേ സമയം എടുത്തിന് കേട്ടോ പരിപാടി. ഈ മസാജിങ് സ്റ്റീമെല്ലാം കഴിഞ്ഞപ്പോൾ നിങ്ങളുണ്ടല്ല നല്ല ക്ഷീണം കേട്ടാ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് സമയം കിടക്കാമെന്ന് പറ്റി. ഞാൻ കിടന്നപ്പോൾ ഇതാ മമ്മിയും കിടന്ന് മക്കളും എല്ലാവരും കൂടി കിടന്നു കേട്ടാ. എല്ലാവർക്കും യാത്രാ ക്ഷീണവും പിന്നെ ഈ റിസോർട്ട് കുറേ കറങ്ങിയില്ല, നടന്ന് കറങ്ങിയില്ല, അതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി കുറച്ച് സമയം കിടന്ന് പിന്നെ ഇതാ മക്കളും മമ്മിയും കൂടി ഡാൻസ് കേട്ടാ. ഇതിൻ്റെ ഉള്ളിൽ പാട്ടുണ്ട്, നല്ല പാട്ടും വെച്ച് തത്തുള്ളിൽ എത്തുള്ളിൽ. ഞാനിങ്ങനെ കുറേ ആൾ കോൾ ചെയ്യേണ്ട, അപ്പോൾ പുറത്തേക്ക് കോൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇതാ ഇവരുടെ ഡാൻസാണ് കാണുന്നത് കേട്ടാ. എന്തായാലും നമ്മളെ മക്കൾ 3 ആളുണ്ടല്ല ഫുൾ ഹാപ്പിയാണ്. പിന്നെ ഇവരെ ഹാപ്പി ആകുമ്പോൾ നമ്മളും ഫുൾ ഹാപ്പി. അങ്ങനെ ഡാൻസും പരിപാടിയെല്ലാം നല്ല ജോറായിട്ട് കഴിഞ്ഞ്
കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ എല്ലാവർക്കും നല്ല വിശപ്പായി കേട്ടാ. ഇനി അടുത്തത് ഭക്ഷണം കഴിക്കലാണ്. അപ്പോൾ സമയം കുറേ ലേറ്റായി കേട്ടാ. എല്ലാവരും റെസ്റ്റോറൻറ്റ് ഭക്ഷണം കഴിച്ച് പോയിനി നമ്മളാണ് ഇത് ലാസ്റ്റ് ഇവിടെ എത്തുന്നത്. അപ്പോൾ ഇതാ ഫുഡ് ഏതാണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റാർട്ടർ ഇതാ ലോലിപോപ്പാണ് കേട്ടോ. അപ്പോൾ ലോലിപോപ്പും പിന്നെ അച്ചുവിന് ഫ്രഞ്ച് ഫ്രൈസുമാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ആദ്യം. അപ്പോൾ സ്റ്റാർട്ടർ മെല്ലെ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവർ ബാക്കി അടുത്ത സാധനം സെറ്റാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ജാനുവിന് പിസ്സ കാര്യങ്ങൾ ഇതൊക്കെയാണ് ഓളെ പ്രധാനപ്പെട്ട സംഗതികൾ. അത് ഓക്ക് ഓർഡർ ചെയ്ത്, പിന്നെ നമുക്ക് അൽഫാം ചിക്കൻ അങ്ങനെ എന്തെല്ലാം ഐറ്റംസ് അത് ഓർഡർ ചെയ്ത്. എല്ലാവർക്കും നല്ല വിശപ്പുള്ളതാണ് തോന്നുന്നു കേട്ടോ. ഭക്ഷണത്തിന് നല്ല രുചി. അങ്ങനെ ഭക്ഷണം തിന്ന് നല്ല കുടൽ നിറച്ച് കേട്ടാ. ഇനി നമ്മൾ നേരെ റൂമിലേക്ക് ഇനി കിടന്നുറങ്ങിയിട്ട് നാളെയാണ് കേട്ടാ അടുത്ത പരിപാടി.